Hello, welcome to my channel, Homemade. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയതാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടിയത് നമ്മൾ പല രീതിയിലും വീട്ടിലുണ്ടാക്കാറുണ്ട്. ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നാൽ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇതിനകത്ത് പൊടികളൊന്നും ചേർത്തിട്ടില്ല, പിന്നെ നമ്മൾ സവോളയോ ഉള്ളിയോ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വട്ടത്തിൽ കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് കഴിവതും നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കൂടുതൽ നല്ലത്. അതാകുമ്പോൾ നല്ല പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും, അധികം എണ്ണയൊന്നും ചേർക്കേണ്ടി വരില്ല. ഇതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഈ കോവയ്ക്കയും തേങ്ങാക്കൊത്തും അരിയുന്ന പാടേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇതിനില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 5 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 5 പച്ചമുളക് അത്യാവശ്യം വലുതാണ്, അതിടുമ്പോൾ തന്നെ നല്ല എരിവൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി വേണം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇതെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അല്പനേരം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഈ കോവയ്ക്കയെല്ലാം കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ നമുക്കിത് തുറന്നു വയ്ക്കാം. അപ്പോഴേക്കും അത് പകുതി വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് ഒത്തിരി നേരം അടച്ചു വെച്ചാൽ അല്പം കുഴഞ്ഞു പോകും. നമുക്കിത് ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് ഇനി ഇത് തുറന്നു വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അതിനകത്തിട്ട് എണ്ണ പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലും അധികം എണ്ണ വേണ്ടി വരില്ല. പക്ഷെ നമ്മൾ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയൊക്കെ ചീനച്ചട്ടിയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള മെഴുക്കുവരട്ടിയല്ലേ. നമുക്ക് പലപ്പോഴായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. ആദ്യം തന്നെ എല്ലാം കൂടെ ചേർക്കുക, കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് ഒന്ന് മൊരിച്ചെടുക്കുക. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. ആ തേങ്ങാക്കൊത്തും കൂടെ വരുമ്പോൾ ആണ് അതിന് അത്രയും ടേസ്റ്റ് വരുന്നത്. തേങ്ങാക്കൊത്ത് ഇട്ടില്ലെങ്കിൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടെ വരുമ്പോഴേക്കും കോവയ്ക്കയുടെ കൂടെ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പം ഉണ്ടാക്കാവുന്ന മെഴുക്കുവരട്ടിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.